കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ട്രേഡിംഗ് വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അതിൽ പല ആളുകളുടെ പലതരത്തിലുള്ള സംശയങ്ങളായിരുന്നു. അപ്പോൾ ആ കമൻറ്റുകളെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ കമൻറ്റുകളിൽ ബേസിക് ലെവൽ മുതലുള്ള പല സംശയങ്ങളും ഉണ്ട്. ഇപ്പോഴും പലർക്കും ഇൻട്രാഡേ ഒരു കൺസെപ്റ്റ് ശരിക്കും മനസ്സിലായിട്ടില്ല. പലരും ചോദിക്കുന്ന 500 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ, 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ, എൻ്റെ കയ്യിൽ ഒരു 20,000 രൂപയുണ്ടോ, എനിക്കൊരു ഫുൾ ടൈം ട്രേഡർ ആകാൻ സാധിക്കുമോ, ഇതൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ കൺസേൺസ് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ക്ലിയർ ചെയ്യും. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു ഫുൾ ടൈം ട്രേഡർ ആകണോ വേണ്ടേ എന്നൊക്കെ നിങ്ങൾ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം, നമ്മുടെ പൊസിഷൻ സൈസിങ് എങ്ങനെ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്കുകൾ, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ ട്രേഡിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ 9:15 വൈകുന്നേരം 3:15 ഇടയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് മാത്രമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റിന് എന്ത് സംഭവിച്ചാലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം രാവിലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്താലും അതൊന്നും നമ്മൾ ഒരു രീതിയിലും ബാധിക്കില്ല. അതുപോലെ അന്നന്നത്തെ പ്രോഫിറ്റ് നമുക്ക് അന്നന്ന് തന്നെ ബുക്ക് ചെയ്യാം. നമ്മൾ രാവിലെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അന്ന് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ട്രേഡ് അവസാനിപ്പിച്ച് നമുക്ക് ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് വെച്ച് നമ്മുടെ ജോലിക്ക് പോകാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ലിവറേജ് എന്ന് പറയുന്നൊരു സാധനം, നമ്മുടെ കയ്യിലുള്ള പൈസയുടെ 5-10 ഇരട്ടി തുകയ്ക്കുള്ള സാധനം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. നമ്മൾ ടാറ്റ മോട്ടോഴ്സിന്റെ വീഡിയോ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, 300 ക്വാണ്ടിറ്റി വാങ്ങിക്കണമെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപ വേണ്ടേ, എങ്ങനെയാണ് 60,000 രൂപയ്ക്ക് 300 ക്വാണ്ടിറ്റി ടാറ്റ മോട്ടോഴ്സ് വാങ്ങിക്കാൻ സാധിക്കുന്നത്? അത് ലിവറേജ് ആണ്. കാരണം നമ്മുടെ കയ്യിൽ 60,000 രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം 5 ഇരട്ടി ലിവറേജ് നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയുടെ സ്റ്റോക്ക്, അതായത് ഏകദേശം 300 ക്വാണ്ടിറ്റി ടാറ്റ മോട്ടോഴ്സ് നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ അത് ലിവറേജ് എന്ന് പറയുന്ന ഒരു സാധനം ഇൻട്രാഡേ ട്രേഡിൽ കിട്ടും. അത് അതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അതുപോലെ പ്ലേസ് റിസ്ട്രിക്ഷൻ ഇല്ല. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ബീച്ചിൽ പോയിരുന്ന് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രേഡ് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ ഒരു വെക്കേഷൻ ടൂറിൽ പോകുമ്പോൾ ട്രേഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. ഇന്ന സ്ഥലത്ത് വന്നിരുന്ന് വർക്ക് ചെയ്യണം അങ്ങനെയുള്ളൊരു കാര്യമില്ല. അതുപോലെ ബോസിൻ്റെ പ്രഷർ ഇല്ല. ഒരു ഓർഡർ തരാനോ അല്ലെങ്കിൽ നമ്മളെ റിസ്ട്രിക്ട് ചെയ്യാനോ ആരുമില്ല. നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ ബോസ്. നിങ്ങളും നിങ്ങളുടെ ലാപ്ടോപ്പും എവിടെയാണോ ഉള്ളത് അതാണ് നിങ്ങളുടെ ഓഫീസ്. അങ്ങനെ കുറേ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ മാത്രമല്ല, ഏത് തരത്തിലുള്ള ട്രേഡ് ആണെങ്കിലും അതിനകത്ത് ലാഭവും നഷ്ടവും ഉണ്ടാവും. അതുപോലെ തന്നെ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇൻട്രാഡേ ട്രേഡിൽ കുറച്ച് കൂടുതലാണ്. കാരണം വലിയൊരു ഭൂരിഭാഗം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകളും നഷ്ടത്തിലാണ് നിൽക്കുന്നത്. ഇനി പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ഇല്ലെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാകുന്നതിൻ്റെ പല മടങ്ങ് നഷ്ടം ഉണ്ടാകും. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് 500 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അടുത്ത പല ദിവസങ്ങളിലായിട്ട് 5000 രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ഇല്ലെങ്കിൽ ഒരുപാട് ചാർട്ട് അവേഴ്സ്, നമുക്ക് ഒരുപാട് സ്ക്രീൻ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും നല്ലൊരു ട്രേഡർ ആവാൻ. അപ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ നഷ്ടങ്ങളായിരിക്കും, പിന്നീടായിരിക്കും നമ്മൾ എങ്ങനെ ആണെന്നുള്ളതിനായിട്ട് സ്ട്രാറ്റജി മനസ്സിലാക്കി നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തുന്നത്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഇത് അഡിക്റ്റീവ് ആണ്. നമ്മൾ രാവിലെ കയറി കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര അഡിക്ഷൻ ഉണ്ടാക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ക്രീനിന് മുമ്പിൽ കുത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിലും, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിലും വെറുതെ ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡോട് കൂടി അഡിക്റ്റീവായിട്ട് കയറിയിരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ അനാവശ്യമായിട്ട് സ്ട്രെസ് ചെയ്ത് എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ, നമ്മൾ കുറച്ച് സ്ട്രെസ് ചെയ്താണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 2000 രൂപ നമുക്ക് ഇന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സ്ട്രെസ് ചെയ്ത് ട്രേഡ് ചെയ്യരുത്. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എപ്പോൾ കാണുന്നോ അപ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്കുകൾ പറയുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു മിസ്റ്റേക്കാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെ ഒരു ബാക്കപ്പായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക് ആണ്. നമ്മൾ ഈ ട്രേഡ് ചെയ്ത് എത്ര പണം ഉണ്ടാക്കി അത് സൂക്ഷിച്ചു വെച്ചാലും ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും നാളത്തെ കഷ്ടപ്പാട്, നമ്മുടെ അത്രയും നാളത്തെ അധ്വാനം, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പണം, ഇതെല്ലാം ചിലപ്പോൾ ഒറ്റ അസുഖം കൊണ്ട് ഇല്ലാതാവും. അതുപോലെ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് നഷ്ടത്തിൽ വിറ്റ് ആ പണം കൊണ്ട് നമുക്ക് ഈ ഹോസ്പിറ്റൽ ചിലവ് നോക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വെറും 390 രൂപ പ്രീമിയം തുകയിൽ 1 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാൻ 25% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അതുപോലെ സെക്ഷൻ 80D പ്രകാരം ടാക്സ് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഈ പ്രീമിയത്തിന്റെ പുറത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമ്പാദ്യവും സുരക്ഷിതമാക്കാവുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞു ഈ അഡിക്ഷൻ്റെ കാര്യം, രാവിലെ മുതൽ വൈകുന്നേരം വരെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന മുതൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ കുത്തിയിരുന്നിട്ട് അവരുണ്ടാക്കുന്ന വളരെ തുച്ഛമായിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും. അത് ചിലപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് ആയിരിക്കും ഇവരിരുന്ന് ഈ ഓവർ ട്രേഡ് ചെയ്ത് ഇത്ര നേരം കൊണ്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു നഷ്ടം ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് അടുത്തൊരു ഡിസഡ്വാൻറ്റേജാണ് ഓവർ ട്രേഡിങ്ങിലേക്കുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ ട്രേഡിങ് ടെൻഡൻസി വളരെയധികം കട്ട് ചെയ്യുക. അതുപോലെ അടുത്ത കാര്യമാണ് ഇമോഷണൽ കൺട്രോൾ. ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ആളുകൾ ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് നിൽക്കാനേ പാടില്ല. അവർ വേറെ എന്തെങ്കിലും മറ്റു മാർഗ്ഗങ്ങൾ നോക്കുക. ഇമോഷൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറേ ദൂഷ്യവശങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കി എന്നിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആകാൻ സാധിക്കും. ഇനി ഇൻട്രാഡേ ട്രേഡിങ്ങിലെ കുറേ മിസ്റ്റേക്കുകളെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഫോളോ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നമ്പർ 1 മിസ്റ്റേക്കാണ്. ഏതൊരു കാര്യത്തിനായാലും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. നമുക്ക് അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഒന്നുമില്ല, രാവിലെ വരിക, തോന്നിയ സ്റ്റോക്ക് തോന്നിയ സമയത്ത് വാങ്ങിക്കുക, അത് കഴിഞ്ഞ് തോന്നിയ പോലെയൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡിസിപ്ലിൻഡ് അല്ലാത്തൊരു സിസ്റ്റം ഇല്ലാത്തൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് പോലും അറിയാൻ സാധിക്കില്ല. കുറേ ട്രേഡൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, അതിനകത്ത് ഇച്ചിരിയൊക്കെ ചെറിയ പ്രോഫിറ്റുകളൊക്കെ കാണിക്കും. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ടാക്സസും ചാർജും ബ്രോക്കറേജും എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഭീമമായിട്ടുള്ളൊരു തുകയായിരിക്കും നമുക്ക് നഷ്ടം ഉണ്ടാകുന്നത്. സോ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാകുക. നിങ്ങൾ എടുക്കുന്ന ട്രേഡുകൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു 2-3 ട്രേഡിൽ കൂടുതൽ എടുക്കാതിരിക്കുക. മാക്സിമം 3 ട്രേഡ് വരെയൊക്കെ എടുക്കുക. ഇപ്പോൾ എൻ്റെയൊക്കെ കേസിൽ ഞാൻ ചിലപ്പോൾ ഒരു ട്രേഡ് മാത്രമേ എടുക്കാറുള്ളൂ. ഇനി അങ്ങേയറ്റം പോയാൽ 2-3 ട്രേഡ് എടുക്കും, അത്രേ ഉണ്ടാവുള്ളൂ. മറ്റൊരു മിസ്റ്റേക്കാണ് ഈ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുക. ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഞാൻ കണ്ടു, ബ്രോ നഷ്ടമാണെങ്കിൽ അത് ഡെലിവറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അടുത്ത ദിവസത്തേക്ക് ഹോൾഡ് ചെയ്താൽ പോരെയെന്ന്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾ ഇൻട്രാഡേ ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് മാത്രം ചെയ്യുക. ഒരിക്കലും ആ പൊസിഷൻ കൺവേർട്ട് ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്ത് ഡെലിവറി ആക്കി ഒന്ന് കൺവേർട്ട് ചെയ്യാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങിച്ചു, ഇന്ന് ആ സ്റ്റോക്ക് നഷ്ടത്തിൽ പോയി. അപ്പോൾ നിങ്ങൾ ആ പൊസിഷൻ, നിങ്ങളുടെ ഇൻട്രാഡേ എന്നുള്ള പൊസിഷൻ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഡെലിവറി ആക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ലോസ് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഡെലിവറി ആകുകയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആ സ്റ്റോക്ക് ട്രാൻസ്ഫർ ആവും. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും വിൽക്കാം എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അടുത്ത ദിവസം വലിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 100 രൂപയ്ക്ക് 10 സ്റ്റോക്കുകൾ ഇൻട്രാഡേക്ക് വേണ്ടി വാങ്ങിച്ചു. അന്നത്തെ ദിവസം ആ സ്റ്റോക്കിൻ്റെ വില 98 വന്നു. അപ്പോൾ നിങ്ങൾക്ക് 20 രൂപയാണ് നഷ്ടം. അപ്പോൾ ഈ 20 രൂപ നഷ്ടം ബുക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങളത് ഡെലിവറി ആക്കി കൺവേർട്ട് ചെയ്തു. അടുത്ത ദിവസം നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ആ സ്റ്റോക്കിൻ്റെ വില 90 രൂപയായിട്ടുണ്ട്. അതായത് 8 രൂപ വീണ്ടും കുറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതായത് ഒരു സ്റ്റോക്കിന് പുറത്ത് 10 രൂപ വെച്ച് 10 സ്റ്റോക്കിന് പുറത്ത് 100 രൂപ നഷ്ടം സഹിച്ച് അവിടെ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുക. കഴിഞ്ഞ ദിവസം 98 അത് എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 20 രൂപ മാത്രമേ നഷ്ടം വരുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഇത് എക്സിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന നഷ്ടം 100 രൂപയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു എന്തായാലും ഇത് തിരിച്ച് കയറി വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം ഇത് 85 പോകുന്നു, 80 പോകുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങളുടെ നഷ്ടം കൂടി വരും. അതേസമയം നിങ്ങൾക്ക് അന്നത്തെ ദിവസം മറ്റൊരു നല്ല സ്റ്റോക്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു, പക്ഷേ നിങ്ങൾക്ക് അതിൽ എൻട്രി എടുക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ക്യാപിറ്റൽ ഈ ഒരു സ്റ്റോക്കിൽ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ട മറ്റൊരു സ്റ്റോക്കിൽ, അതായത് മറ്റൊരു ട്രേഡിൽ കിട്ടേണ്ട പ്രോഫിറ്റ് നിങ്ങളുടെ അവിടെ ബ്ലോക്കായി ഇവിടെ നഷ്ടം കൂടി വരികയാണ്. അപ്പോൾ ഒരിക്കലും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് മാത്രം ചെയ്യുക. നിങ്ങളത് ഡെലിവറി ആക്കി കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ആക്കാതിരിക്കുക. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ച് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്ത് അവിടെ നിന്ന് ട്രേഡ് ചെയ്യുന്ന ഇറങ്ങുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടൊരു ട്രേഡർക്ക് വേണ്ട ഡിസിപ്ലിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങളിത് പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മിസ്റ്റേക്കാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സംശയം ഒരുപാട് ആളുകൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്കാണ് റിവെഞ്ച് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ട്രേഡിൽ 1000 രൂപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ 1000 രൂപ തിരിച്ച് പിടിക്കണമെന്ന് പറഞ്ഞ് അന്ന് തന്നെ വീണ്ടും ട്രേഡ് ചെയ്ത് 5000 രൂപ 6000 രൂപ നഷ്ടം വരുത്തി വെക്കുക. 1000 രൂപ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടാണ് 1000 രൂപ പോകുന്നതെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്തു, ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി നമ്മുടെ 1000 രൂപ നഷ്ടപ്പെട്ടു. ഓക്കെ, ഇന്നത്തെ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 1000 രൂപ നഷ്ടപ്പെടാനായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ആകുക.
അടുത്ത ദിവസം വീണ്ടും ട്രേഡ് ചെയ്യുക. അല്ല ഇന്ന് 1000 രൂപ നഷ്ടപ്പെട്ടു, ഇന്ന് ഇത് തിരിച്ചു പിടിക്കണം, ഇന്ന് തന്നെ ഞാനിത് റിക്കവർ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും റിവെഞ്ച് ട്രേഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലായിരിക്കില്ല നമ്മൾ എൻട്രി എടുക്കുന്നത്. വീണ്ടും അത് വലിയ നഷ്ടത്തിലേക്ക് കൊണ്ട് ചെല്ലും. 95%, 98% ആളുകൾ നോക്കിയോ റിവെഞ്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളെല്ലാം വലിയൊരു നഷ്ടത്തിലായിരിക്കും എൻഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് റിവെഞ്ച് ട്രേഡ് എന്ന് പറയുന്നത്. നമ്മൾ മാന്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മുടെ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അപ്പം തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ ഇറങ്ങുക. വീണ്ടും അതിനകത്തിരുന്ന് ചൊറിഞ്ഞ് റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. അടുത്ത ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാം. അടുത്ത ദിവസം നമ്മൾ ചിലപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അടുത്ത 2-3 ദിവസം കൊണ്ട് ഇതിൻ്റെ ഒരു 3 ഇരട്ടി, ഈ വന്ന നഷ്ടത്തിൻ്റെ 1000ൻ്റെ 3 ഇരട്ടി നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോകാവസാനമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പല ആളുകളും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലോകം അവസാനിക്കും, പിന്നെ നാളെ തൊട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ല, അതുകൊണ്ട് ഇന്ന് നഷ്ടപ്പെട്ട പൈസ ഇന്ന് തന്നെ തിരിച്ചു പിടിക്കണമെന്നുള്ള എന്തൊരു വാശിയിലാണ്, എന്തോ ഒരു വൈരാഗ്യത്തിലാണ് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നും അവിടെ തന്നെ കാണും. അപ്പോൾ എല്ലാ ദിവസവും ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നഷ്ടപ്പെട്ട 1000 രൂപ തിരിച്ചു പിടിച്ചില്ല എന്ന് കരുതി ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. സോ റിവെഞ്ച് ട്രേഡ് ഒരിക്കലും ചെയ്യാതിരിക്കുക. നമുക്ക് നാളെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മറ്റന്നാളും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇനി 10 ദിവസം കഴിഞ്ഞാൽ അപ്പോഴാണെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നും ആരും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. അതുപോലെ മറ്റൊരു വലിയ മിസ്റ്റേക്കാണ് ടിപ്സ് വാങ്ങിക്കുക, അല്ലെങ്കിൽ കോള് വാങ്ങിക്കുക. ഇതൊക്കെ വാങ്ങിച്ചിട്ട് ട്രേഡ് കോളൊക്കെ വാങ്ങിച്ചിട്ട് അത് വെച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. 1-2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കിയേക്കാം. പക്ഷേ അടുത്തൊരു പ്രാവശ്യം പ്രോപ്പറായിട്ടുള്ള അവർ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ളത്. വലിയൊരു നഷ്ടത്തിലേക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാൾ തരുന്ന ടിപ്സ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ തരുന്ന ട്രേഡ് കോള് തരുന്നതുകൊണ്ടൊന്നും ട്രേഡ് ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് ഇത്രയും പേരും ഒരു ദിവസം ഒരു 10-20 DM എൻ്റെ മെസ്സേജിൽ വരാറുണ്ട്, ബ്രോ ട്രേഡ് തരാമോ, പേ ചെയ്യാം, പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ചെയ്യാത്തൊരു കാര്യം, നിങ്ങൾ സ്വന്തമായി ട്രേഡ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് നാളെയും ട്രേഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ നാളെ ഈ പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പം നിങ്ങൾക്ക് നാളെയും ട്രേഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പഠിച്ച് സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. മറ്റൊരാളുടെ ട്രേഡ് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊരു ട്രേഡർ ആണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ സ്റ്റോക്ക് അനലൈസ് ചെയ്ത് സ്വന്തമായിട്ട് നിങ്ങൾ ആ ഒരു സ്കില്ല് വളർത്തിയെടുത്ത് സ്വന്തമായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇപ്പോൾ ടിപ്സ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. ഒരുപാട് ആളുകളുടെ വളരെയധികം പൈസ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റൊരാളുടെ ടിപ്പിന് ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് ആളുകളെ നിങ്ങൾ അതിൽ പെടുത്താനുണ്ടാവും. ടിപ്സ് തരാമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ അതൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം, നിങ്ങളുടെ ട്രേഡിന് ഇത്ര രൂപ കമ്മീഷൻ തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ടിപ്പ് കൊടുക്കാം. ഞാൻ ഇതുവരെയും അങ്ങനെ ഈ സ്റ്റോക്ക് ബേസ് ചെയ്തിട്ട് ഒരു ടെലിഗ്രാം ചാനലോ വാട്സപ്പ് ചാനലോ ഒന്നും തുടങ്ങാത്തത് അതുകൊണ്ടാണ്. അനാവശ്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. ട്രേഡ് ചെയ്യാൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ്. ആ സ്കില്ല് പഠിച്ച് ട്രേഡ് ചെയ്യുക. ഒരിക്കലും ആരുടെയെങ്കിലും ടിപ്പ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ട്രേഡ് കോൾ തരുന്നതൊന്നും വെച്ചിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. അത് വലിയൊരു മിസ്റ്റേക്കാണ്. കോൾ തരുന്ന ഒരുപാട് ഫ്രോഡ്സ് ഉണ്ട്. ചിലപ്പോൾ ജെന്യുവനായിട്ട് കോൾ തരുന്ന ആളുകളും ഉണ്ടാവും. പക്ഷേ അതിലൊന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയില്ല ആരാണ് ജെന്യുവിൻ ആരാണ് ഫ്രോഡ് എന്നുള്ളത്. ഇപ്പോൾ ഇത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല നമ്മൾ പഠിച്ചു. ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഫോളോ ചെയ്യുക. ഒരു ടൈമിംഗ് വെക്കുക. 10 മുതൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ ഞാനെൻ്റെ ട്രേഡ് അവസാനിപ്പിക്കും. അല്ലെങ്കിൽ അരമണിക്കൂർ. എൻ്റെ ഒരു ദിവസത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് അരമണിക്കൂറാണ് ഞാൻ ട്രേഡിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സമയം. അപ്പോൾ എൻ്റെ പല വീഡിയോയിലും ആൾക്കാർ കമൻറ്റ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, 15 മിനിറ്റ് കൊണ്ട് ബ്രോയ്ക്ക് ഇത്രയും ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ബ്രോയ്ക്ക് എന്തുകൊണ്ട് ഫുൾ ടൈം ട്രേഡ് ചെയ്ത് കോടീശ്വരനായിക്കൂടെ, കേരളത്തിൽ ഏറ്റവും വലിയ കോടീശ്വരനായിക്കൂടെ? അങ്ങനെ ട്രേഡ് ചെയ്തൊക്കെ കോടീശ്വരനാകാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ അംബാനി, അദാനി അല്ലെങ്കിൽ ടാറ്റ എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തിനാണ്? ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ലോകത്തിൽ ഏറ്റവും വലിയ കോടീശ്വരനായിക്കൂടെ? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 10 മിനിറ്റ് ട്രേഡ് ചെയ്താലോ അരമണിക്കൂർ ട്രേഡ് ചെയ്താലോ അല്ലെങ്കിൽ ആ ദിവസം ഫുൾ ഇരുന്ന് ട്രേഡ് ചെയ്താലോ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഏകദേശം സെയിം ആയിരിക്കും. കാരണം ആദ്യം ചിലപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, ചിലപ്പോൾ രണ്ടാമത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അത്ര നല്ലതായിരിക്കില്ല, മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ഏറ്റവും മോശം ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിലായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ചെയ്ത ട്രേഡ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒരു ട്രേഡ് ചെയ്താൽ കിട്ടിയേക്കാവുന്ന ലാഭത്തിന്റെ 10-1 നമ്മൾ ഇത്രയും ബൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് എപ്പോഴും സേഫ് എന്ന് പറയുന്ന ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒരു 15 to 20 മിനിറ്റിലൊക്കെ സ്കാൽപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്തൊക്കെ എക്സിറ്റ് ചെയ്തിട്ട് ലാപ്ടോപ്പ് അടച്ചു വെച്ച് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് വന്ന മറ്റൊരു ഡൗട്ടാണ്, ബ്രോ 4 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഈ 300 ക്വാണ്ടിറ്റി എന്നുള്ളത് ഇൻക്രീസ് ചെയ്ത് ഈ 300 ഒരു 3000 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 10,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിക്കൂടെ? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തുകൂടെ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഈ 300 എന്ന് പറയുന്നത് അതെന്റെ പൊസിഷൻ സൈസിങ് ആണ്. ഞാൻ അതാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതാണ് ഞാൻ ട്രേഡ് ചെയ്ത് പഠിച്ചത്. ആ ഒരു കാര്യത്തിലാണ് ഞാൻ എൻ്റെ ഇമോഷൻ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 300 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചിരിക്കുന്നത് ചിലപ്പോൾ 300 രൂപയായിരിക്കും. അപ്പോൾ ഈ 3000 ക്വാണ്ടിറ്റിയിലേക്ക് പോകുമ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ വരുന്നത് 2500 രൂപയായിരിക്കും. അപ്പോൾ ഈ 2500 രൂപ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് പഴയ പോലെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇമോഷൻ കൺട്രോൾ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം.
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ റേഷ്യോ എല്ലാം ഒന്ന് തന്നെയാണ്. 300 ക്വാണ്ടിറ്റി വാങ്ങിച്ച് 250 രൂപ സ്റ്റോപ്പ് ലോസ് വാങ്ങിക്കുന്നതും 3000 ക്വാണ്ടിറ്റി വാങ്ങിച്ച് 2500 രൂപ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും എല്ലാം റേഷ്യോ എല്ലാം ഒരുപോലാണ്. പക്ഷേ ഇമോഷൻസ് ഡിഫറെൻ്റ് ആണ്. 300 ക്വാണ്ടിറ്റി വാങ്ങിച്ച് 250 രൂപ നഷ്ടം വരുമ്പോൾ ഉള്ള ഇമോഷണൽ കൺട്രോൾ ആയിരിക്കില്ല എനിക്ക് 3000 ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് 2500 രൂപ നഷ്ടം വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന പല ആളുകളാണ് ചുമ്മാ കൊണ്ട് പൈസ കളഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിൽ മുഴുവൻ നശിപ്പിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എനിക്ക് പറ്റുന്ന പരിപാടിയല്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നത്. ഇമോഷണൽ കൺട്രോൾ വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3000 ക്വാണ്ടിറ്റി വാങ്ങിച്ച് ദിവസം 10000 രൂപ ഉണ്ടാക്കി മാസം 3 ലക്ഷം രൂപ ഈ ട്രേഡിംഗിൽ നിന്ന് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാസം 6 ലക്ഷം രൂപയിൽ കൂടുതൽ മാസ വരുമാനം ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ. ഒരു വർഷം നോക്കുകയാണെങ്കിൽ 72 ലക്ഷം രൂപയാവും എൻ്റെ വാർഷിക വരുമാനം. അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് എത്ര വലിയ കോടീശ്വരനാവും. ഇതൊക്കെ നമ്മൾ പറയാൻ പേപ്പറിൽ എഴുതി കാണിക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാർട്ടി വരച്ച് കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല. പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ്, പ്രോപ്പറായിട്ടുള്ള ഇമോഷൻ കൺട്രോൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെയധികം നമ്മൾ സ്ക്രീനിൻ്റെ മുമ്പിൽ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ പ്രോപ്പറായിട്ടുള്ള ഇമോഷൻ കൺട്രോൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ടൈമിംഗ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ടൈമിംഗ് സെറ്റ് ചെയ്യുക. ആ ടൈമിങ്ങിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ആയിരിക്കും എൻ്റെ ട്രേഡിംഗ് ടൈം എന്ന് പറഞ്ഞ് ടൈം സെറ്റ് ചെയ്യുക. അടുത്ത കാര്യമാണ് ലിമിറ്റ് യുവർ സ്റ്റോക്സ്. ചുമ്മാ കാർഡ് അടച്ച് വെടിവെക്കുന്ന പോലെ ഏകദേശം 1600 സ്റ്റോക്കുകളുണ്ട് NSEയിൽ. ഈ കാണുന്ന സ്റ്റോക്കുകളെല്ലാം കയറി ചെക്ക് ചെയ്ത് ഇതിനകത്തെല്ലാം ട്രേഡ് ചെയ്യാതെ ഒരു 10-15 സ്റ്റോക്കിൽ ലിമിറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് ഈ 1600 സ്റ്റോക്കിലും കയറി ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു 4-5 സ്റ്റോക്കിന് തറവായിട്ട് പഠിക്കുക. കുറേ നാൾ അതിന് വാച്ച് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് പഠിച്ച് ആ ഒരു 4-5 സ്റ്റോക്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഞാൻ മെയിനായിട്ട് 1-2 അല്ലെങ്കിൽ 3 സ്റ്റോക്കിലാണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാറ്. അതുകൊണ്ടാണ് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കാർഡ് അടച്ച് വെടിവെക്കാതെ നമുക്കൊരു ഇൻട്രാഡേ ട്രേഡായ ഈ 1600 സ്റ്റോക്കും ഇരുന്ന് വാച്ച് ചെയ്ത് 1600 സ്റ്റോക്കിൻ്റെ ചാർട്ടും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളൊരു 5 സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു 3 സ്റ്റോക്ക് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാനുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി 3 സ്റ്റോക്കിൽ വരും. അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റോക്കിലേക്ക് പോകാം. സ്റ്റോക്ക് ലിമിറ്റ് ചെയ്യുക, ലിമിറ്റ് യുവർ സ്റ്റോക്സ്. ആ 3 സ്റ്റോക്കുകളുടെ പ്രൈസ് മൂവ്മെൻറ്റ്സും അതിൻ്റെ പ്രൈസ് ആക്ഷനും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന പല ആളുകളും വളരെ കാലം കൊണ്ട് നഷ്ടത്തിലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ബ്രോ, ഞാൻ ഇത്രയും കാലം കൊണ്ട് ട്രേഡ് ചെയ്യുന്നു, ബ്രോയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, എങ്ങനെയാണ് ബ്രോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇത്രയും കാലം കൊണ്ട് ട്രേഡ് ചെയ്യുന്നു, എനിക്ക് ഇത്രയും സ്ക്രീൻ ടൈം ഉണ്ട്, ഞാൻ 2 വർഷമായി, എന്നിട്ടും എൻ്റെ ടോട്ടൽ P&L എടുത്തു നോക്കാൻ എനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. 10-50,000 രൂപ, 1 ലക്ഷം രൂപയൊക്കെ നഷ്ടമാണ്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമാണ്, ബ്രോ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കും. ഇൻട്രാഡേ എന്നുള്ളത് വിട്ടിട്ട് സ്വിംഗ് ട്രേഡിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ 1-2 മാസം ചിലവഴിക്കും. അപ്പോൾ കഴിഞ്ഞ് ഏകദേശം 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ട് പല ആളുകളും മെസ്സേജ്, ബ്രോ താങ്ക്സ്, ഞാൻ ഇപ്പോൾ സ്വിംഗ് ട്രേഡാണ് ചെയ്യുന്നത്, എനിക്കിപ്പോൾ ചെറിയ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്, ഞാൻ 2 വർഷമായിട്ട് ഇൻട്രാഡേ ചെയ്യുന്നു, എനിക്ക് ഇതുവരെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നു, ഞാൻ മറ്റൊരു ബ്രോക്കറിൽ അക്കൗണ്ട് എടുത്ത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നു, ഇപ്പോൾ എൻ്റെ P&L നോക്കുമ്പോൾ എല്ലാം ഗ്രീനാണ്, എനിക്ക് പ്രോഫിറ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇൻട്രാഡേ സ്യൂട്ട് ആണോന്നില്ല. എല്ലാ ആളുകൾക്കും ഇൻട്രാഡേയുടെ ഇമോഷൻസുമായിട്ട് സെറ്റായി പോകില്ല. അപ്പോൾ ചിലപ്പോൾ അവർക്ക് പറ്റുന്നത് സ്വിംഗ് ട്രേഡ് ആയിരിക്കും. അവർ സ്വിംഗ് ട്രേഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അത് അവർക്ക് നന്നായിട്ട് മാച്ച് ആവും, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇൻട്രാഡേ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. അല്ല അതിനകത്ത് ക്ലിങ് ഓൺ ചെയ്ത് കിടക്കാതിരിക്കുക. നിങ്ങൾക്ക് പറ്റാത്ത കാര്യമായിട്ട് അതിനകത്ത് ക്ലിങ് ഓൺ ചെയ്ത് കിടക്കാതിരിക്കുക. പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്കുക, സ്വിംഗ് ട്രേഡ് ചെയ്യുക. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇനി കമൻറ്റ് സെക്ഷനിൽ വന്ന് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ബ്രോ 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ? 1000 രൂപയ്ക്ക് 100 രൂപയുടെ 10 സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ദിവസം ഒരു ഇൻട്രാഡേയിൽ ഒരു സ്റ്റോക്കിന് സംഭവിക്കാവുന്ന ഒരു എപ്പോഴൊന്നും കിട്ടില്ല, എന്നാലും നമ്മളൊരു ഐഡിയൽ കണ്ടീഷനിൽ 10% ആ സ്റ്റോക്ക് കയറി എന്ന് വിചാരിക്കുക. മിക്കപ്പോഴും ഇൻട്രാഡേയിൽ പെട്ടെന്നുണ്ടാകുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ 4%, 5%, അതിലൊക്കെ താഴെയായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. ഇനി ഐഡിയൽ കണ്ടീഷൻസിൽ 10% ഉണ്ടായിരുന്നിരിക്കുക. അപ്പോൾ നിങ്ങൾ 1000 രൂപയ്ക്ക് 100ന്റെ 10 സ്റ്റോക്ക് വാങ്ങിച്ചപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്കിൻ്റെ വില 110 ആയി. 10 സ്റ്റോക്ക് ആകുമ്പോൾ 100 രൂപ. 100 രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ്. ഈ 100 രൂപയിൽ നിന്ന് ടാക്സ്, GST, ബ്രോക്കറേജ് ഇതെല്ലാം പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 40 രൂപയോ 50 രൂപയായിരിക്കും. അപ്പോൾ ഐഡിയൽ കണ്ടീഷനിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മിക്കപ്പോഴും സംഭവിക്കുന്നത് 2%, 3% ഒക്കെ ആയിരിക്കും. അതാകുമ്പോൾ 100-ന് വാങ്ങിച്ച് 103 ആയിരിക്കും, 30 രൂപയായിരിക്കും നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്. ബ്രോക്കറേജ് പോയി കഴിയുമ്പോൾ 10 രൂപ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ഐഡിയൽ കണ്ടീഷൻസ് സംഭവിച്ചാൽ മാത്രം 50 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ 3% പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പോലും നിങ്ങൾക്ക് അവിടെ നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുകയോ ഇല്ല എന്നുള്ളത്. 1000 രൂപയ്ക്കോ 100 രൂപയ്ക്കോ 10 രൂപയ്ക്കോ ഒക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും നല്ലൊരു ക്യാപിറ്റൽ വേണം.
അതാകുമ്പോൾ നമുക്ക് റിസ്ക് കുറവായിരിക്കും. നമ്മൾ ഇത്രയും നേരം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഈ 1%, 2% ഒക്കെ പെട്ടെന്ന് സ്റ്റോക്കിൽ മൂവ്മെന്റ് ഉണ്ടാവും. ആ 1%, 2% ക്യാപ്ചർ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഈ 1%, 2% ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഡീസൻറ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ നമുക്ക് വേണം. മിനിമം ഒരു 25,000 to 50,000 ക്യാപിറ്റൽ നമുക്കുണ്ടെങ്കിൽ ഈ 1%, 2% ഒക്കെ സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഒരു മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്ത് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ പൈസ കൊണ്ടൊന്നും ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് അതിനുള്ള ആൻസർ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കൊരു ഫുൾ ടൈം ട്രേഡർ ആകാൻ സാധിക്കുമോ എന്നുള്ളത്. നിങ്ങൾക്കൊരു ഫുൾ ടൈം ട്രേഡർ ആകാൻ സാധിക്കുമോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾക്കൊരു IAS ഓഫീസർ ആകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു IPS ഓഫീസർ ആകാൻ സാധിക്കുമോ? സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും എന്നാണ്. പക്ഷേ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന് ആലോചിക്കുക. അത്രത്തോളം നമ്മൾ പഠിക്കണം, നമ്മൾ അത്രത്തോളം അതിൻ്റെ എക്സാംസ് എഴുതണം, അത്രത്തോളം അതിനുവേണ്ടി കഷ്ടപ്പെടണം, അത്രത്തോളം ഭാഗ്യം നമുക്ക് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു IAS ഓഫീസർ ആകാൻ സാധിക്കും. അതുപോലെയാണ് ഒരു ഫുൾ ടൈം ട്രേഡർ ആകുന്ന ആളുടെ അവസ്ഥയും. എന്നാലും എല്ലാ ആൾക്കാർക്കും ഒരു IAS ഓ IPS ഓഫീസറോ ആകാൻ സാധിക്കാറില്ല. അതുപോലെയാണ് ഒരു ഫുൾ ടൈം ട്രേഡർ എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാർക്കും ഒരു ഫുൾ ടൈം ട്രേഡർ ആകാൻ സാധിക്കില്ല. അതിനനുസരിച്ചുള്ള ചില സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഫുൾ ടൈം ട്രേഡർ ആകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണമെങ്കിൽ എനിക്ക് പറയാം, നിങ്ങൾ നാളെ തന്നെ ഇറങ്ങിക്കോ, നിങ്ങൾക്കൊരു ഫുൾ ടൈം ട്രേഡർ ആകാൻ സാധിക്കുമെന്ന്. പക്ഷേ സത്യാവസ്ഥ അതല്ല. സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്, അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു IPS ഓഫീസർ ആകുക, ഒരു IAS ഓഫീസർ ആകുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഫുൾ ടൈം ട്രേഡറായി അതിൽ നിന്ന് മാത്രം വരുമാനം ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഏകദേശം 7 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. എനിക്കൊരു ഫുൾ ടൈം ട്രേഡർ ആകാൻ സാധിച്ചിട്ടില്ല. ഞാനൊരു പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ മാസ വരുമാനത്തിൻ്റെ ചെറിയൊരു പങ്ക് മാത്രമാണ് എനിക്ക് ട്രേഡിംഗിൽ നേടുന്നത്. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും IAS IPS ഓഫീസർ ആകാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ആളുകൾ IAS ആൻഡ് IPS ഓഫീസേഴ്സ് ആകുന്നുണ്ട്, ഒരുപാട് പേരാകുന്നുണ്ട്. അതുപോലെയാണ് ഫുൾ ടൈം ട്രേഡർ ആകുക എന്ന് പറയുന്നൊരു കാര്യം. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല ഫുൾ ടൈം ട്രേഡർ ആകുക എന്നുള്ളത്. അതിന് അതിൻ്റെ ആയിട്ടുള്ള സ്കിൽസ് വേണം, അതിൻ്റെ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വേണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഫുൾ ടൈം ട്രേഡർ ആകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതൊരു മൈനോറിറ്റി വരുന്ന ആളുകളാണ്. 100%-ൽ ചിലപ്പോൾ ഒരു 5% ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു 2% ആളുകൾക്കായിരിക്കും ഫുൾ ടൈം ട്രേഡർ ആകാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫുൾ ടൈം ട്രേഡിംഗ് സാധിക്കുന്നതോ ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. പാർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണാതിരിക്കുക. നിങ്ങളുടെ പ്രൈമറി സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്കിപ്പോൾ ഒരു മാസം പ്രൈമറി സോഴ്സിൽ നിന്ന് 10,000 രൂപ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ 10,000-ൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ആ 10,000-നെ 12,000 ആക്കാൻ അല്ലെങ്കിൽ 15,000 ആക്കാൻ ഉള്ള സോഴ്സ് ആയിട്ട് മാത്രം സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫുൾ ടൈം ട്രേഡ് ആകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 5-6 മാസം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. ഞാൻ സത്യാവസ്ഥയാണ് പറഞ്ഞത്. ആരെയും ബട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനോ വേണ്ടി നമ്മൾ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഫുൾ ടൈം ട്രേഡർ ആകുക എന്ന് പറയുന്ന കാര്യം. അപ്പോൾ എന്തായാലും ഒരുപാട് ഡൗട്ട്സ് എല്ലാം ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് കാര്യം മറക്കാതിരിക്കുക. അത് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സുരക്ഷയുടെ കാര്യമാണ്. മാസം വെറും 390 രൂപ എന്ന് പറയുന്ന ചെറിയൊരു എമൗണ്ടിൽ പ്രീമിയം തുടങ്ങി 1 കോടി രൂപ വരെ നമുക്ക് കവർ ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ 25% വരെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കാം. അതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ ഐ എം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.